അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ ഹാലാത്തുൽ ഹുറൂഫ്. അറബി അക്ഷരങ്ങൾക്ക് 20 രീതിയിലുള്ള സൗണ്ടുകളാണ് ഉള്ളത്. അതിനാണ് ഹാലാത്തുൽ ഹുറൂഫ് എന്ന് അറിയപ്പെടുന്നത്. ഒരക്ഷരത്തെ 20 രീതിയിൽ 20 സൗണ്ടിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തത് അൽ ഫതഹ്. അക്ഷരത്തിന് മുകളിൽ കാണുന്ന ചെറിയ വരക്കാണ് ഫതഹ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ സൗണ്ട് ആ സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ബാക്ക് ഫതഹ് വരുമ്പോൾ ബേ, തേക്ക് ഫതഹ് വരുമ്പോൾ തേ, സേ, ജെ, അങ്ങനെ ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ആ സൗണ്ടാണ് വരുന്നത് ഫതഹ് ആവുമ്പോൾ. അടുത്തത് കെസ്ർ. അക്ഷരത്തിന് താഴെ കാണുന്ന ചെറിയ വരയാണ് കെസ്ർ. ഈ സൗണ്ടാണ്. ബി, തി, സി, ജി, അതുപോലെ ബാക്കി എല്ലാ അക്ഷരങ്ങളും റീഡ് ചെയ്യേണ്ടത്. മൂന്നാമത് വരുന്നത് ലൊമ്മ്. അക്ഷരത്തിൻ്റെ മുകളിൽ കാണുന്ന ചെറിയ ഒരു വാവിന് പറയുന്ന പേരാണ് ലൊമ്മ്. ബു, തു, സു, ജു, ഈ രീതിയിലാണ് ലൊമ്മ് വരുമ്പോൾ അക്ഷരത്തിന് സൗണ്ട് വരുന്നത്. നാലാമത് വരുന്നത് അൽ മദ്ദും ബിൽ അലിഫ്. ഒരക്ഷരത്തെ നീട്ടി ഉച്ചരിക്കാനാണ് മദ് യൂസ് ചെയ്യുന്നത്. ഫതഹ് ഇട്ട ഒരക്ഷരത്തെ നീട്ടി ബാ, താ, സാ, ജാ എന്ന് നീട്ടി ഉച്ചരിക്കാൻ ഉപയോഗിക്കുന്ന മദ്ദാണ് അലിഫ്. അൽ മദ്ദും ബിൽ അലിഫ്. ഓക്കെ. അഞ്ചാമത് വരുന്ന അൽ മദ്ദും ബിൽ യാ. കെസ്റുള്ള ഒരക്ഷരത്തെ നീട്ടി ഉച്ചരിക്കാനാണ് യാ മദ് ഉപയോഗിക്കുന്നത്. ബി, തി, സി, ജി, ഈ രീതിയിലാണ് മദ്ദും ബിൽ യാ വരുമ്പോൾ ആ അക്ഷരം നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഇനി ആറാമത് വരുന്നത് അൽ മദ്ദും ബിൽ വാവ്. ലൊമ്മുള്ള അക്ഷരത്തെ വാവ് മദ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മദ് ചെയ്യേണ്ടത്. ബൂ, തൂ, സൂ, ജൂ, ഈ രീതിയിലാണ് നമ്മളതിനെ റീഡ് ചെയ്യേണ്ടത്. അടുത്തത് വരുന്നത് തെൻവീൻ ബിൽ ഫതഹ്. ഒരക്ഷരത്തിൻ്റെ മുകളിൽ കാണുന്ന 2 ഫതഹിനാണ് തെൻവീൻ ബിൽ ഫതഹ് എന്ന് വിളിക്കുന്നത്. ബെൻ, തെൻ, സെൻ, ജെൻ, ഈ രീതിയിലാണ് തെൻവീൻ ബിൽ ഫതഹിൻ്റെ സൗണ്ട് വരുന്നത്. ഇനി അടുത്തത് എട്ടാമത് തെൻവീൻ ബിൽ കെസ്ർ. ഒരക്ഷരത്തിൻ്റെ താഴെ കാണുന്ന 2 കെസ്റിന് പറയുന്ന പേരാണ് തെൻവീൻ ബിൽ കെസ്ർ. ബിൻ, തിൻ, സിൻ, ജിൻ, ഈ രീതിയിലാണ് അത് വായിക്കേണ്ടത്. ഇനി തെൻവീൻ ബിൽ ലൊം. ഒരക്ഷരത്തിന് മുകളിൽ കാണുന്ന 2 ലൊമ്മിനെ പറയുന്ന പേരാണ് തെൻവീൻ ബിൽ ലൊം. ബുൻ, ത്വൻ, സ്വൻ, ജ്വൻ, ഈ രീതിയിലാണ് തെൻവീൻ ബിൽ ലൊമ്മ് വന്നാൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് 10ാമത്തത് അസുക്കൂൻ. സുക്കൂൻ, നോ വവൽസ്, സ്വന്തമായിട്ടൊരു സൗണ്ട് ഇല്ലാത്ത ഇതിനെയാണ് സുക്കൂൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് സുക്കൂൻ വരുമ്പോൾ അതിന് മുൻപിൽ നമ്മൾ ഏതെങ്കിലും ഒരു മുത്തഹരിക്കത്ത ഫതഹോ കസ്റുള്ള ഏതെങ്കിലും ഒരു അക്ഷരം അവിടെ ചേർക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ആന്നാ ചേർത്തിട്ടുണ്ട്. അബ്, റത്ത്, ബസ്, വജ്, ഈ രീതിയിലാണ് അത് വായിക്കേണ്ടത്. ഇനി അടുത്തത് അത്തഷ്ദീദ് ബിൽ ഫതഹ്. ഒരക്ഷരത്തിന് ശ്രദ്ധ ഫതഹുള്ള ഒരക്ഷരത്തിന് ശ്രദ്ധ വരുമ്പോൾ അതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? റബ്ബ, ഹത്ത, മസ്സ, വജ്ജ, ഈ രീതിയിലാണ് അത് വായിക്കേണ്ടത്. അത്തഷ്ദീദും ബിൽ കെസ്ർ 12ാമത്താണ്. അത്തഷ്ദീദും ബിൽ കെസ്ർ. കെസ്റുള്ള ഒരക്ഷരത്തിന് ശ്രദ്ധ വരുമ്പോൾ അതെങ്ങനെ വായിക്കുക? റബ്ബി, ഹത്തി, മസ്സി, വജ്ജി, ഈ രീതിയിലാണ് വായിക്കേണ്ടത്. ഓക്കെ. 13ാമത്തെ അത്തഷ്ദീദും ബിൽ ലൊമ്മ്. ലൊമ്മുള്ള ഒരക്ഷരത്തിന് ശ്രദ്ധ വന്നാൽ റബ്ബു, ഹത്തു, മസ്സു, വജ്ജു, ഈ രീതിയിലാണ് അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അത് വായിക്കേണ്ടത്. ഇനി 14ാമതായി വരുന്ന അത്തഷ്ദീദും ബിൽ ഫതഹ് മാ മദ്ദും ബിൽ അലിഫ്. ഈ അക്ഷരത്തിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, ഫതഹ് വന്നിട്ടുണ്ട്, അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കേണ്ടത്? റബ്ബ, ഹത്ത, മസ്സ, വജ്ജ. കണ്ടല്ലോ, ശ്രദ്ധേൻ്റെ സൗണ്ടും വരണം, അലിഫ് മദ്ദിൻ്റെ സൗണ്ട് വരണം, ഫതഹിൻ്റെ സൗണ്ട് വരണം. റബ്ബ, ഈ രീതിയിലാണ് നമ്മൾ വായിക്കേണ്ടത്.
ഇനി 15ാമത് വരുന്നത് അത്തഷ്ദീദും ബിൽ കെസിർ മാ മദ്ദും ബിൽ യാ. ശ്രദ്ധയും കെസിറും ഉള്ള ഒരക്ഷരത്തിന് യാവ് മദ് വന്നാൽ അതെങ്ങനെ വായിക്കുക? റബ്ബി ഹത്തി മസി വജി. ഓക്കെ, ഞാൻ സ്പീഡ് പറഞ്ഞു പോണത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ വന്ന് കാണുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇനി 16ാമത് അത്തഷ്ദീദും ബിൽ ലൊം മാ മദ്ദും ബിൽ വാവ്. ലൊമ്മും ശ്രദ്ധയുമുള്ള ഒരക്ഷരത്തിന് വാവ് മദ്ദും കൂടെ വന്നാൽ ആ അക്ഷരം എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? റബ്ബു ഹത്തു മസു വജു. കണ്ടല്ലോ, ഈ രീതിയിലാണ് അത് വായിക്കേണ്ടത്. ഇനി അത്തഷ്ദീദും തൻവീൻ ബിൽ ഫത്തഹ്. ശ്രദ്ധയും തെൻവീൻ ബിൽ ഫത്തഹും കൂടി വന്നാൽ, ശ്രദ്ധയും വന്നിട്ടുണ്ട് തെൻവീൻ ബിൽ ഫത്തഹും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? റബ്ബൻ ഹത്തൻ മസൻ വജൻ. ഈ രീതിയിലാണ് ബാക്കി അക്ഷരങ്ങളൊക്കെ വായിച്ചു പോകേണ്ടത്. ഓക്കെ, 18ാമത്തെ അത്തഷ്ദീദും തൻവീൻ ബിൽ കെസിർ. തെൻവീൻ ബിൽ കെസിറും ശ്രദ്ധയും കൂടി ഒന്നിച്ച് വരുമ്പോൾ റബ്ബിൻ ഹത്തിൻ മസ്സിൻ വജ്ജിൻ. കണ്ടല്ലോ, ഈ രീതിയിലാണ് അത് വായിക്കേണ്ടത്. ഇനി 19ാമതായിട്ട് വരുന്നത് അത്തഷ്ദീദ് തൻവീൻ ബിൽ ലൊം. ശ്രദ്ധയും അതിൻ്റെ കൂടെ തെൻവീൻ ബിൽ ലൊമ്മും കൂടി വന്നാൽ റബ്ബുൻ ഹത്വൻ മസ്വൻ വജ്വൻ. കണ്ടല്ലോ, ഈ രീതിയിലാണ് വായിക്കേണ്ടത്. ഇനി ലാസ്റ്റ് 20ാമത്തെ അൽ മുഷദ്ദദ് മൗഖൂഫ് അലൈഹി. ഇത് ഖുറാനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഒരു ആയത്ത് നമ്മൾ ഓതി അത് വഖഫ് ചെയ്യുമല്ലോ, അത് നിർത്തുമല്ലോ, അതാണ് മൗഖൂഫ് അലൈഹി. ആ നിർത്തുന്ന സമയത്തുള്ള ആ ലാസ്റ്റ് അക്ഷരം നമ്മൾ സുക്കൂനാക്കിയിട്ടാണല്ലോ നിർത്തുക, അല്ലേ? കുൽ ഹുവല്ലാഹു അഹദ്, ദാലിന് സുക്കൂനാക്കിയിട്ടാണല്ലോ നമ്മൾ നിർത്തുക. അതേപോലെ ലാസ്റ്റത്തെ അക്ഷരത്തിന് ശ്രദ്ധ വന്നാൽ, ശ്രദ്ധയോ ഫത്തഹോ കെസ്റോ ലൊമ്മോ എന്തെങ്കിലും ഉണ്ടാവും. ശ്രദ്ധ വന്നാൽ ആ ശ്രദ്ധയോട് കൂടി അത് സുക്കൂനാക്കിയിട്ടാണ് നമ്മൾ നിർത്തുക. അതാണ് അൽ മുഷദ്ദദ് മൗഖൂഫ് അലൈഹി. ആ സമയത്ത് ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ മസദ്, അല്ലേ? സൂറത്തുൽ മസദിൽ തബ്ബത് യദാ അബി ലഹബിൻ വതബ്, അവിടെ വതബ എന്നാണ്, അല്ലേ? ബാക്ക് ശ്രദ്ധയും ഫത്തഹും വതബ എന്നാണ്. അത് നമ്മളവിടെ മൗഖൂഫ് അല്ലേ അവിടെ നിർത്തുകയാണെങ്കിൽ വതബ് വതബ്, ആ രീതിയിലാണ് അവിടെ നമ്മൾ നിർത്തേണ്ടത്. റബ്ബ് ഹത്ത് മസ് വജ്ജ്, ഈ രീതിയിലാണ് നമ്മളത് ആ ആയത്ത് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. അപ്പോൾ ഇതാണ് ഒരക്ഷരത്തിന് വരുന്ന 20 തരം സൗണ്ടുകൾ. ഈ 20 സൗണ്ടുകൾ മനസ്സിലാക്കി വെച്ചാൽ ഖുർആൻ വായിക്കാനോ അറബി ഗ്രന്ഥങ്ങൾ വായിക്കാനോ യാതൊരു പ്രയാസവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.